14 യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് അഥവാ തന്നെ ഭയപ്പെടുന്നവർക്ക് ഉണ്ടാകും. ആരാണ് ദൈവം? നിന്നെയും എന്നെയും പോലെ ഒരു മനുഷ്യനല്ല. ചിന്ത മാറ്റണം. മോശെ ഉച്ചരിച്ച ഒരു പദം, എൻ്റെ ദൈവം ഭയങ്കരൻ. ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഒരു തുണ്ട് കല്ലല്ല ദൈവം. അവനിൽ ജീവൻ ഉണ്ട്. ദൈവത്തിലുള്ള ഒരു മഹാ സവിശേഷത, ഭയങ്കരത്വം. 1 തിമോത്തിയോസ് 6:16 മനുഷ്യർ ആരും അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം. യു cannot approach God. ക്രിസ്തു അല്ലാതെ വേറെ ഒരു വീരനെ കൊണ്ടും ദൈവത്തോട് നമ്മെ അടുപ്പിക്കുവാൻ കഴിയുകയേയില്ല. യോഹന്നാൻ 14:6 താൻ മുഖാന്തരമല്ലാതെ ഒരുവനും യഹോവയോട് അടുത്തു വരുന്നില്ല, ദൈവസന്നിധിയിൽ വരുന്നില്ല. ക്രിസ്തു ഒഴികെ അല്ലാതെ. ക്രിസ്തുവിൽ കൂടി ഭയങ്കരനായ ദൈവം നമുക്കടുത്തു വരുന്നു. കൈകളെ തട്ടി. പുറപ്പാട് പുസ്തകം 19:12 പുറപ്പാട് പുസ്തകം 19:23 സീനായി പർവ്വതത്തിൽ വാസം ചെയ്യുന്ന യഹോവ ദൈവം കൽപ്പിക്കുന്നു, ഞാൻ പാർക്കുന്ന പർവ്വതത്തിൻ അടിവാരം അതിരിടുക, കടന്നു വരുന്ന ഏത് മനുഷ്യനും മരിച്ചു വീഴും. ഞാൻ ഭയങ്കരൻ. പുറപ്പാട് പുസ്തകം 24 ആദ്യ 2 വചനങ്ങളിൽ മഹാപുരോഹിതനോട് പോലും കൽപ്പിക്കാൻ നീ അകന്നു നിൽക്കണം. മോശയ്ക്ക് മാത്രം എൻ്റെ അടുത്ത് വരാം. ആ അവസ്ഥ, ആ സിറ്റുവേഷൻ, നീയും ഞാനും ഈ ദൈവത്തെ ഭയപ്പെട്ടാൽ തലകീഴാ മാറ്റും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവന് സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ദൈവം ഒരു സഖി, ഫ്രണ്ട്, ഒരു ഫ്രണ്ട്. 2 ദിനവൃത്താന്തം 20:7, ഐസ 41:8, യാക്കോബ് ലേഖനം 2:23. ആബ്രഹാമിനെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നു, ആബ്രഹാം എൻ്റെ സ്നേഹിതൻ. പുറപ്പാട് 33:11. മോശെ എൻ്റെ സ്നേഹിതൻ. അതേ സ്റ്റാൻഡേർഡിൽ ദൈവ പൈതലേ, നീ ദൈവത്തെ ഭയപ്പെടുന്ന ആളായാൽ ദൈവം നിന്റെ സ്നേഹിതനായി മാറും. തുറക്കണം, ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെ ഭയപ്പെടുക? ഈ ദൈവത്തെ എങ്ങനെ ഭയപ്പെടുക? വേദപുസ്തകം ഒരു പ്രമാണം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മന്ത്രം. സങ്കീർത്തനം 39:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എൻ്റെ ആയുസ്, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ് ദൈവം മുമ്പായി ഏതുമില്ല. ആമേൻ. ക്ഷണികം, ക്ഷണികം, അല്പം, അരിഷ്ടത. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഭയങ്കരനായ ദൈവത്തിൻ്റെ മുമ്പായി എൻ്റെ ആയുസ്, സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ഏതുമില്ല. ഏതൊരു മനുഷ്യനും, ഏതൊരു ബലവാനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ.
പൗലോസിൻ്റെ ഭാഷയിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് മൺപുര, എപ്പോൾ വേണമെങ്കിലും പൊട്ടും. മൺപുര. 2 കൊരിന്ത്യർ 4:7. മൺപുര. പത്രോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് കൂടാരം, എപ്പോൾ വേണമെങ്കിലും അഴിഞ്ഞു വീഴും. കൂടാരം. 2 പത്രോസ് 1:13. യാക്കോബ് ലേഖകന്റെ ഭാഷയിൽ യാക്കോബ് ലേഖനം 4:14 യാക്കോബ് എഴുതുന്നു, ഇത് എൻ്റെ ആയുസ് ഒരു ആവിയല്ലോ, എപ്പോൾ വേണമെങ്കിലും പറന്നു പോകും. ഒരു ആവി, ഒരു മൺപുര, ഒരു കൂടാരം. യോബ് എഴുതുന്ന യോബ് 7:6 ഒരു എൻ്റെ ആയുസ് നെയ്ത്ത് ഓടം. കണ്ടിട്ടുണ്ടോ? നെയ്ത്ത് ഓടം ഇങ്ങനെ അടിക്കുമ്പോൾ കണ്ണിനെ വെട്ടിക്കൊണ്ട് നെയ്ത്തിൻ്റെ ഓടം ഇങ്ങോട്ട് ഓടും, ഇങ്ങോട്ടടിക്കുമ്പോൾ കണ്ണിനെ വെട്ടിക്കൊണ്ട് നെയ്ത്ത് ഓടം ഇങ്ങോട്ട് ഓടും. വേഗം പറന്നു പോകുന്ന ആയുസ് നെയ്ത്തോടം, വീവേഴ്സ് ഷട്ടിൽ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതുന്ന, എൻ്റെ ആയുസ് ഒരു കൃമിയുടെ ആയുസ്. കിങ് രാജ എഴുതുന്ന, ഐ ആം എ വാം, ഐ എം നോട്ട് എ മാൻ. ഞാൻ മനുഷ്യനല്ല, ദൈവം മുമ്പായി ഒരു കൃമി. സ്വഭാവം മാറണം, നമ്മുടെ സ്വഭാവം മാറണം. രാജ കിങ് എഴുതുന്നു, ഐ ആം നോട്ട് എ മാൻ ബിഫോർ ഗാഡ്, ഐ ആം എ വാം. ഞാനൊരു കൃമി. അതേ സ്ഥാനത്ത് ആബ്രഹാം ദൈവസന്നിധിയിൽ ഭക്ഷപിച്ച് ദൈവസന്നിധിയിൽ കണ്ണീരോട് പറയുന്നു. ഉൽപ്പത്തി 18:27 ഐ ആം ഡസ്റ്റ്, ഞാൻ ഒരു പിടി പൊടി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ദൈവം മുമ്പായി വെറും ഒരു പിടി പൊടി മാത്രം. ആ ആബ്രഹാമിന് ദൈവം മറ്റാർക്കും കാണിച്ചു കൊടുക്കാത്ത രഹസ്യം, ഞാൻ ചെയ്യുവാൻ ഇരിക്കുന്നത് ആബ്രഹാം നിന്നോട് മറയ്ക്കുമോ? ദൈവം അവന് മാത്രം വെളിപ്പെടുത്തി കൊടുത്തു. 7ാമത് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന, ഇത് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം പ്രിയമുള്ളവരെ. ഉൽപ്പത്തി പുസ്തകം 31:42 ദൈവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇസഹാക്കിൻ്റെ ഭയവുമായ ദൈവം. ഒന്ന് പറയാമോ വാ തുറന്ന്? ഇസഹാക്കിൻ്റെ പോരാ, ഇസഹാക്കിൻ്റെ ഭയവുമായ ദൈവം. ആ ഇസഹാക്കിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പേരെഴുതണം. നമ്മുടെ പേര് സുന്ദർ സിംഗിൻ്റെ ഭയവുമായ ദൈവം. നിങ്ങൾ നിങ്ങളുടെ പേരെഴുതി 1000 പ്രാവശ്യം പറയണം, എൻ്റെ ഭയവുമായ ദൈവം. നിന്റെയും എൻ്റെയും ഭയം ദൈവത്തിൽ മാത്രമായാൽ, ഉൽപ്പത്തി പുസ്തകം 26 മുതൽ താഴെ ഉള്ള വചനം, ഭയങ്കര വചനം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 26:2 ഇസഹാക്കിനോട് ദൈവം തമ്പുരാൻ അരുളിച്ചെയ്യുന്ന, നീ ഈജിപ്തിലേക്ക് പോകരുത്, നീ 26:1 ഈ ദേശത്തു പാർക്കുക. ഉൽപ്പത്തി പുസ്തകം 26:12 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആ കൽപ്പന അനുസരിച്ച് ഇസഹാക്ക് മിസ്രൈമിലേക്ക് പോകാതെ ദൈവം അരുളി ചെയ്ത ഗെറാർ
എന്നുള്ള ദേശത്ത് പാർത്ത് ഹേറാർ ദേശമോ പുഷ്ടിയുള്ള ദേശമല്ല, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്ഷാമം നിറഞ്ഞ ദേശമാണ്. ആഹാരത്തിന് ഒരാൾ മറ്റാളിനെ പിടിച്ച് തിന്നുന്ന കാലത്ത് ഇസഹാക്കിനോട് പറയുന്ന ദൈവം, നീ ഇവിടെ പാർക്കണം, നീ പുഷ്ടി അന്വേഷിച്ച് വേറെ എവിടെയും പോകരുത്, ഈ ക്ഷാമദേശത്ത് നീ പാർക്കണം, കാരണം നീ എന്നെ ഭയപ്പെടുന്നാൾ. മറ്റാളുകൾ തമ്മിൽ പിടിച്ച് മനുഷ്യന്റെ മാംസം തിന്നുമ്പോൾ നിന്നെ മാത്രം ദൈവമായ ഞാൻ, നീ ഭയപ്പെടുന്ന ദൈവമായ ഞാൻ മകനെ പുഷ്ടിക്കൊണ്ട് നിന്നെ മാത്രം അനുഗ്രഹിക്കും. ദൈവത്തെ ഭയപ്പെട്ടാൽ നിനക്ക് ബുദ്ധിമുട്ടല്ല വരുന്നത്, പുഷ്ടിയാണ് വരുന്നത്. മറ്റാളുകൾ ക്ഷാമം കൊണ്ട് വലഞ്ഞപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവൻ ക്ഷാമത്തിൻ്റെ ദേശം തിരഞ്ഞെടുത്ത് അവിടെ പാർത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ മാത്രം അനുഗ്രഹിച്ച് വിത്ത് വിതച്ചതെല്ലാം നൂറുമേനിയായി മടക്കിക്കൊടുത്ത് അവൻ വർദ്ധിച്ച് വലിയ ധനവാനായി തീർന്ന് ഒരു വലിയ സ്തോത്രത്തോട് ഈ വചനം സ്വീകരിച്ചാട്ടെ. വലിയ സ്തോത്രത്തോട് നിന്റെ ജീവിതത്തിൽ ഇസഹാക്കിന്റെ ഈ വർക്ക് നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ നടക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ രക്ഷിതാവേ നിൻ വരവ് കാട്ട് ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. എൻ രക്ഷിതാവേ നിൻ വരവ് കാട്ട് ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ആകയാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടത് സർവത്തിൻ്റെയും സാരം ദൈവപൈതലെ കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെടുക, അവൻ്റെ ശബ്ദം ആയ ദൈവവചനം പ്രമാണിക്കുക. ഇവിടെ ഇതാണ് ശരിക്കുമുള്ള ദൈവഭയം. പലരും പലതിനെയും ഇന്ന് ഭയപ്പെടുന്നു. പലരും പലതിനെയും. ബൈബിൾ ക്ലിയറായി നമ്മെ പഠിപ്പിക്കുന്നു, നീ പിശാസിനെ ഭയപ്പെടരുത്. മത്തായി 10:28 ദോഷം വരുമോ, സദസ്സഭയ്ക്ക് 1:33 നീ ഭയപ്പെടരുത്, കാരണം നമ്മുടെ ദൈവം, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ എല്ലാ ദോഷത്തെയും ഗുണമാക്കി തീർക്കുന്നവൻ. 2009 ജനുവരി 20 22 വർഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു പലർക്കും പാട്ടായപ്പോൾ ആ ദോഷം, ആ കഷ്ടം, ആ ശോധന അതേ ജനുവരി 20 3 ആണ്ട് കഴിഞ്ഞപ്പോൾ പൊന്നു തമ്പുരാൻ മടക്കി തന്ന്. അന്ന് പോയത് പെണ്ണാണെങ്കിൽ ഇന്ന് വന്നത് ഒരു ആണായിരുന്നു. ഈ ദൈവമാണ് നിന്റെ ദൈവം. 10 ആൺകുട്ടികൾ പോയല്ലോ എന്ന് യോബ് നിലവിളിച്ചപ്പോൾ രട്ടിപ്പായി എഴുതി വച്ചു മടക്കി തന്ന വലിയ ദൈവം.
ഭയപ്പെടുക ദൈവത്തെ. പിശാസിനെ ഭയപ്പെടരുത്, ദോഷഭയമരുത്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ദൈവ പൈതലെ, ആവർത്തനം 1:17 മനുഷ്യനെയും നീ ഭയപ്പെടരുത്. ആവർത്തനം 1:17 ഭയപ്പെടേണ്ട ദൈവത്തെ നീ ഭയപ്പെട്ടാൽ ഈ കാര്യങ്ങൾ ഒന്നും നീ ഭയപ്പെടുവാനുള്ള ആവശ്യം വരികയേയില്ല. മനുഷ്യനെ നീ ഭയപ്പെടരുത്. മനുഷ്യൻ നിന്നെ നിന്ദിക്കും. 2 തിമോത്തിയോസ് 3:12 ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ള ഏവർക്കും ഭൂമിയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ഉപദ്രവം. നമ്പർ 1, മനുഷ്യൻ നിന്നെ നിന്ദിക്കും. 1 സാമുവേൽ 17:42 ഗോലിയാത്ത് പൊക്കമും പ്രാപ്തിയും വണ്ണമും സർവ്വസജ്ജീകരണമും ഉണ്ടായിരുന്ന ഗോലിയാത്ത് കോമള രൂപിയും ദൈവഭക്തനുമായ ദാവീദിനെ കണ്ടിട്ട് ഒരു വാക്ക് പറഞ്ഞ്, യു ആർ ബട്ട് ആൻഡ് യൂത്ത്, നീ ധീര ബാലനല്ലോ, നീ എന്തിനീ ഇവിടെ വന്ന് നിന്ദിച്ചു. The Bible there says he disdained him. അവനെ നിന്ദിച്ചു. ദാവീദിനെ, ദൈവഭക്തന്, ദൈവത്തെ ഭയപ്പെടുന്നവന്, പരാക്രമശാലി എന്ന് കരുതപ്പെട്ട ദുഷ്ടൻ ഗോലിയാത്ത് നിന്ദിച്ചു. മനുഷ്യൻ നിന്നെ നിന്ദിക്കും. നീ ധീര ബാലനല്ലോ, ഇവനാണോ, ഈ ജാതിയിൽപ്പെട്ട ഇവളാണോ എന്ന് നിന്ദിക്കും. അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഐസയ്യ 51:7 മനുഷ്യന്റെ നിന്ദയെ നീ ഭയപ്പെടേണ്ട. രണ്ടാമത്, നിന്ദയിൽ നീ കുടുങ്ങിയില്ല എങ്കിൽ നിന്നെ അവൻ ഭീഷണിപ്പെടുത്തും. 1 സാമുവേൽ 17:44 ഗോലിയാത്ത് ദാവീദിനെ ഭീഷണിപ്പെടുത്തി, ഇങ്ങ് വാ, നിന്റെ മാംസം ആകാശ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഞാൻ ഇരയാക്കും. He threatened him. അതാണ് ബൈബിൾ പത്രോസ് മുഖാന്തരം നമ്മ പഠിപ്പിക്കുന്ന 1 പത്രോസ് 3:14 നീ ദൈവത്തിന് ഭയപ്പെടുന്ന ആളായിരുന്നാൽ മനുഷ്യന്റെ ഭീഷണിയെ നീ ഭയപ്പെടേണ്ട. ഒരു കാര്യം ശ്രദ്ധിക്കാം, ലോക മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്ന നിന്നെ നിന്ദിച്ചേക്കാം, ഭീഷണി ഉയർത്തിയേക്കാം, പക്ഷെ നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. എഴുതിയെടുത്തുകൊള്ളുക. ആകയാൽ എല്ലാ ആളുകൾക്കും വേണ്ടത് ദൈവഭയം. സർവത്തിൻ്റെയും സാരം ക്രിസ്തുവിനെ ഭയപ്പെട്ട് അവൻ്റെ പ്രമാണം അനുഷ്ഠിക്കുക. അതാകുന്നു എല്ലാവർക്കും വേണ്ടത്.